നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ആത്മാവിൻ വിലയായി എന്തു നൽകും നീ? പകരം വയ്ക്കാനെന്തുണ്ടീ ഭൂമിയിൽ? നിൻ സമ്പത്ത് മുഴുവനോ ലോകത്തെ തന്നെയോ പകരം നൽകിയിടുകിൽ മതിയാകുമോ? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? അതിലുള്ളതൊക്കെയും നശ്വരമാണെന്നറിഞ്ഞിടുവിൻ. ഈ ലോകവും അതിലുള്ളതൊക്കെയും നശ്വരമാണെന്നറിഞ്ഞിടുവിൻ. അല്പസുഖങ്ങൾ നൽകിയിടും ലോകം നാശത്തിൻ പാതകൾ തുറന്നു തരും. അനശ്വര സൗഭാഗ്യം നേടിയിടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവിൻ. അനശ്വര സൗഭാഗ്യം നേടിയിടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവിൻ. ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. യു ഹാവ് നീഡ് ഓഫ് പേഷ്യൻസ്. സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാരമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ പഠിപ്പിക്കണം. ആമേൻ. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 35-36 തിരുവചനങ്ങൾ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. കാസ്റ്റ് നോട്ട് അവേ therefore your confidence which have great recompense of reward. 36-ാമത്തെ വാക്യം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. For you have need of patience, that after you have done the will of God, you might receive the promise. ഇനിയും എത്ര കാലം? അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. 36 ശേഷം തുടർന്നുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. ദൈവമക്കളെ, ഈ വചനം പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. യേശുവിനെ പിൻപറ്റുവാൻ ധൈര്യം. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. യേശുവിനെ പിൻപറ്റുവാൻ ധൈര്യം ആവശ്യമാണ്. യേശുവിനെ പിൻപറ്റിയാൽ മഹാപ്രതിഫലം ലഭിക്കും. വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത വേണം. പിന്മാറ്റം നാശത്തിലേക്ക് നയിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വസിച്ചാൽ ജീവരക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ കൂടെ പോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. യു ഹാവ് ടു പേ ദ പ്രൈസ്. വില കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ്. കേവലം 4 അധ്യായങ്ങൾ മാത്രമുള്ളതാണ് റൂത്തിൻ്റെ പുസ്തകം. ക്ഷാമം വന്നപ്പോൾ സഹിഷ്ണുതയില്ലാതെ എലിമേലേക്കും ഭാര്യ നവോമിയും മക്കളായ
മഹ്ലോൻ, കില്യോൻ എന്നിവരും കൂടി സ്വന്തം ഭവനം ദേശവും വിട്ട് മോബാബ് ദേശത്ത് ചെന്ന് പാർത്തു. കാനാൻ പാലും തേനും ഒഴുകുന്ന സ്ഥലം ബത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ ഭവനം, അതായത് ദൈവഭവനം. അവർ അപ്പത്തിന്റെ നാട്ടിൽ നിന്ന് മോബാബ് ദേശത്തേക്ക് യാത്ര ചെയ്തു. അല്പം സഹിഷ്ണുത കാണിച്ചു ഇരുന്നു എങ്കിൽ അവർക്ക് ദൈവത്തിന്റെ ഭവനത്തിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. ദൈവം ജീവിതത്തിൽ എല്ലാ കാലത്തും കഷ്ടത വരുത്തുകയില്ലെന്നേ. ധനവാന്റെ പടിവാതുക്കൾ ലാസറിന് എന്നും കിടക്കേണ്ടി വരില്ല. ആഗാറിന് എന്നും മരുഭൂമി അനുഭവം ഉണ്ടാകുകയില്ല. കഷ്ടകാലത്ത് യഹോവ സന്ദർശിക്കും. അത് ആ കുടുംബം മറന്നുപോയി. ജീവിതത്തിൽ ദൈവം തരുന്ന നിത്യമായ ജീവന്റെ അപ്പം വിട്ട് മറ്റൊരു മാർഗം തിരഞ്ഞെടുക്കരുത്. ജീവിതത്തിൽ പ്രതിസന്ധികളും വേദനകളും ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ പച്ചയായ പുൽപ്പുറത്തേക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്കും ദൈവം നമ്മെ നടത്തുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്നും പച്ചയായ പുൽപ്പുറം അല്ല ജീവിതം. അതിനിടയിൽ ഒരു കൂരിരുൾ താഴ്വര കാണിക്കുന്നുണ്ട്. ആ കൂരിരുൾ താഴ്വരയിലും ദൈവം കൂടെ ഇരിക്കുന്നു എന്ന വിശ്വാസം വേണം. സഹോദര, നിന്നോടാണ് ഈ പറയുന്നത്. കൂരിരുൾ താഴ്വരയിലും ദൈവം കൂടെ ഇരിക്കുന്നു എന്ന വിശ്വാസം നിനക്ക് വേണമെന്ന്. സഹോദരി, നിന്നോടും കൂടിയാണ്. കാരണം ഇന്നേ വരെ കരുതിയ ദൈവം നാളെയും കരുതുവാൻ മതിയായവനാണ്. എന്നോട് ചേർന്നൊരാമേൻ പറ. ആമേൻ. 4 വ്യക്തികളുടെ തീരുമാനവും ജീവിതവുമാണ് റൂത്തിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതെന്തൊക്കെയാണ്, ആരൊക്കെയാണ് എന്ന് നമുക്കും ചിന്തിക്കാം. എലിമേലെക്കിന്റെ തീരുമാനം. 1. കുടുംബനാഥനായ എലിമേലെക്കാകാം അപ്പത്തിന്റെ നാട് വിടുവാൻ തീരുമാനം കൈക്കൊണ്ടത്. തലമുറകൾക്ക് ദോഷം വരുന്ന തീരുമാനങ്ങൾ നാം എടുക്കരുത്. തെറ്റായ തീരുമാനങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്. എന്നും സത്യത്തിന് വേണ്ടി നിലനിൽക്കണം. അല്ലെങ്കിൽ പല ദോഷങ്ങൾക്കും അത് കാരണമാകും. എലിമേലെക്കിന്റെ 2 ആൺമക്കൾ മോബാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ആ കുടുംബത്തിലെ സകല ആണുങ്ങളും മരിച്ചു. 2-ാമത്തെ വ്യക്തിത്വം, നവോമിയുടെ തീരുമാനം. നവോമി തന്റെ തെറ്റ് മനസ്സിലാക്കി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിക്കുന്നു. നാം എത്ര സുന്ദരമായി ജീവിച്ചാലും നമ്മുടെ അന്ത്യം എങ്ങനെയാണ് എന്നത് വളരെ പ്രധാനമാണ്. ജീവിതാവസാനം വരെ വിശുദ്ധിയോടെ ജീവിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ ഒരുങ്ങിയോ എന്നതാണ് പ്രധാനം. ഹല്ലേലൂയ. അക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ അവരോട് ചേർന്ന് കൈകൊടുത്തു പോകാതെ, ഒഴുക്കിന് സമം തുഴയാതെ ഒഴുക്കിനെതിരെ തുഴയുന്നൊരു ജീവിതമാണോ? അടക്കം എത്ര മനോഹരമായാലും ഒരു കാര്യവുമില്ല. ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നതാണ് പ്രധാനം. നിത്യത ലഭിക്കുന്നത് യോഗ്യതയാലല്ല, ദൈവവുമായുള്ള അടുപ്പത്തിലാണ്, ആ വൻ കൃപയാലാണ്. കുടുംബത്തിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നവോമിയോ മരുമക്കളോ തമ്മിൽ പഴി പറഞ്ഞില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സാധാന്യ ശക്തികളുടെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം, ഒരുമയില്ലെങ്കിൽ ഒലക്ക നിന്റെ പുറത്തും കിടക്കും. സംഹാരകൻ കയറി വരുമ്പോൾ കോട്ട കാത്തുകൊള്ളുക, നിന്നെ തന്നെ ശക്തീകരിക്കുക. കുടുംബങ്ങളിൽ ശാപവാക്ക് പറയരുത്. നീ കാരണമാണ്, അല്ല അവൾ കാരണമാണ്, നിങ്ങൾ കാരണമാണ് എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബോംബേർ നിർത്തുക. യാബേസിന്റെ അതിരുകളെ വിസ്താരമാക്കിയവൻ, ആഗാറിന്റെയും കുഞ്ഞിന്റെയും നിലവിൽ കേട്ടവൻ, നമ്മുടെ കണ്ണുനീർ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ചിലർ എന്നെ കേൾക്കുന്നോ? നിന്റെ ഏതവസ്ഥയാണെങ്കിൽ ആ അവസ്ഥയിലൂടെ കടന്നു പോകാൻ ദൈവം ശക്തി തരികയാണ്. ആരും കാണാതെ ഹൃദയം വിങ്ങുകയും തേങ്ങുകയും കണ്ണീർ വാർക്കുകയും ചെയ്യുമ്പോൾ ആ കണ്ണുനീരിനെ കുപ്പിയിലാക്കി കാത്തു സൂക്ഷിക്കുന്ന ദൈവമുണ്ട് എന്ന് ഒരിക്കലും മറക്കരുത്. കഷ്ടകാലത്തിൽ നവോമി അവൾ സേവിച്ചിരുന്ന ദൈവത്തെ ആരാധിക്കുവാൻ ദൈവഭവനമായ അപ്പത്തിൻ്റെ നാടായ ബത്ലഹേമിലേക്ക് തിരിച്ചു വന്നു. നവോമി ആ ദേശത്ത് മാനിക്കപ്പെടുന്നു. 3-ാമത്തെ വ്യക്തിത്വം ഓർപ്പായുടെ തീരുമാനമാണ്. നവോമി മരുമക്കളെ തൻ്റെ കൂടെ വരുവാൻ നിർബന്ധിച്ചില്ല. തീരുമാനം അവർക്ക് വിട്ടുകൊടുത്തു. റൂത്ത് 1:14. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. റൂത്തോ അവളോട് പറ്റി നിന്നു.
അമ്മായിയമ്മയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന റൂത്തുമാർ എന്നെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മായിയമ്മക്കിട്ട് പാര പണിയുന്ന റൂത്തമ്മച്ചുമാരും ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. ഓർപ്പ തൻ്റെ ജനത്തിൻ്റെയും ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയി. ഓർപ്പ പിന്മാറ്റത്തിലേക്ക് പോയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇക്കാലത്ത് ഒരുപാട് പേർ പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന മകനെ മകളെ, നിനക്കോ അങ്ങനെ ഒരു ബോധ്യമുണ്ടോ? ഇറ്റ്സ് യുവർ ടൈം ടു റിപ്പന്റ്. ഓർപ്പ എടുത്ത പോലെ ഒന്നും പിന്മാറ്റത്തിലേക്ക് പോകാനായിട്ടുള്ള കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കരുത് കേട്ടോ. ബുദ്ധിമാന്മാർ പലരും വീഴും, ദൈവത്തെ അറിയുന്നവർ വീര്യം പ്രവർത്തിക്കും. 4ാമത്തെ വ്യക്തിത്വം റൂത്തിൻ്റെ തീരുമാനമാണ്. നവോമി റൂത്തിനോട് നിന്റെ സഹോദരി പോയതുപോലെ നിനക്കും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ റൂത്ത് പറഞ്ഞ എങ്ങനെയാണെന്നറിയാവോ? റൂത്ത് 16-17, നിന്നെ വിട്ട് പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് ദൈവിക സാന്നിധ്യം വഹിക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു മരുമകളുടെ, ഉത്തമയായ മരുമകളുടെ തീരുമാനം, ഹൃദയ നിശ്ചയം. അല്ലാതെ തള്ളേ നിങ്ങൾ ബന്ധക്കോസക്കാരുത്തി, ഞാൻ അങ്ങനെയല്ല, ഞങ്ങൾ പള്ളിക്കാർ എന്നും പറഞ്ഞ് തമ്മിൽ വടമ്പിൽ നടത്തല്ലേ. ഒന്ന് രണ്ടുപേരും കൂടെ ഇരുന്ന് സ്വസ്ഥതയുടെ ദൈവസന്നിധിയിൽ ഒന്ന് ചിന്തിക്കുക. എത്ര വലിയ തീരുമാനം! സ്വന്തം ജനങ്ങളെയും സ്വന്തം ദേവന്മാരെയും വിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ അമ്മായി അമ്മയോട് കൂടി പോകുന്ന റൂത്ത്. സത്യദൈവത്തെ അമ്മായി അമ്മയിൽ നിന്നും അവൾ മനസ്സിലാക്കി. സത്യദൈവത്തെ സേവിക്കുവാനും ആരാധിക്കുവാനും തീരുമാനമെടുത്തു. ആര്? റൂത്ത്. അതിന് ദൈവം വലിയ പ്രതിഫലം നൽകി. അവൾ അവളുടെ വീണ്ടെടുപ്പുകാരനായ ബോവസിനെ കണ്ടുമുട്ടി. വീണ്ടെടുപ്പുകാരൻ്റെ കാന്തയായി അവൾ ബോവസിന്റെ ഭവനത്തിൽ ചേർക്കപ്പെട്ടു. കാരണം അവൾ വാഗ്ദത്തത്തിനായി സഹിഷ്ണുതയോടെ കാത്തിരുന്നു. റൂത്തിന്റെ പേരിൽ വേദപുസ്തകത്തിൽ ഒരു പുസ്തകം ഉണ്ടായി. അവൾ യേശുവിൻ്റെ വംശപാരമ്പര്യത്തിലെ വലിയമ്മച്ചിയായി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൊച്ചമ്മച്ചി, കർത്താവ് അംഗീകരിച്ച വലിയമ്മച്ചിയാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന കുടുംബത്തിൽ ജനിക്കണം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വിശ്വാസം മുറുകെ പിടിക്കുക. ഹൃദയത്തിൽ ഒരു തീരുമാനം വരട്ടെ. സഹിഷ്ണുതയുടെ വാഗ്ദത്തം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ആമേൻ. നമ്മെ മണവാട്ടിയായി സ്വീകരിക്കുവാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എത്രയും വേഗം വരും. ഉടുപ്പ് മലിനപ്പെടുത്താതെ വിശുദ്ധിയോടെ കാത്തിരിക്കാം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ, ഒരു വിശുദ്ധ ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ ആകർഷിച്ചടുപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വിശുദ്ധ സഭയോട് ചേർന്ന് ജീവിക്കുവാൻ, ആ വിശുദ്ധ സഭയിലെ ഒരു വിശുദ്ധനും വിശുദ്ധയുമായി ജീവിക്കുവാൻ അവിടുന്ന് തരുന്ന സ്വർഗീയ പ്രേരണയ്ക്കായി, സ്വർഗീയ തിരുവചനത്തിനായി നന്ദി പറയുന്നു. ഈ സമയത്ത് കർത്താവേ, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാഷ്ട്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റ് ട്രംപിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, യുദ്ധം നടക്കുന്ന മറ്റു രാജ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇറാനിലുള്ള ദൈവമക്കളെ പ്രത്യേകമായി തിരുരക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീതിമാൻ അനർത്ഥങ്ങൾ അനവധി, എങ്കിലും യഹോവ അവനെ താങ്ങും. അവിടുന്ന് നിന്റെ മക്കളെ താങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എത്രയും പെട്ടെന്ന് ആ യുദ്ധം അവസാനിക്കുവാനായി അടിയങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് സമാധാനം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനിഷ്ട സംഭവങ്ങളും ലോകത്തുനിന്ന് മാറി ജനം സമാധാനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവേ, അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം പ്രവർത്തിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് നടക്കുന്ന വിശുദ്ധ വർഗമായി മക്കൾ ജീവിക്കാൻ അവരെ സഹായിക്കണമേ.
അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾ ഇപ്പോൾ പരീക്ഷയിലൂടെ കടന്നു പോകുകയാണല്ലോ. അവർ അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷ അവർ പഠിച്ചത് നന്നായി എഴുതുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ. ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. സകല ഭയവും മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. നാളെക്കുറിച്ചുള്ള ആകുലതകൾ യേശുവിൻ്റെ നാമത്തിൽ മക്കളുടെ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ കൂട്ടുവിശുദ്ധരെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം അവിടുന്ന് മക്കൾക്ക് കൊടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് തരുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറമായി ഞങ്ങളെ മാനിച്ച് കരുതി പരിപാലിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവ്. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ ശക്തിയുടെ ഇരട്ടി പങ്ക് മക്കളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായ അഗ്നിത്തൂണായി തിരുസാന്നിധ്യം കൂടെയിരുന്ന് ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പായ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ജീവിതം ദൈവത്തിൻ ദാനം, അവിടുത്തെ നാമം പുകഴ്ത്തിടുവിൻ. ഈ ജീവിതം ദൈവത്തിൻ ദാനം, അവിടുത്തെ നാമം പുകഴ്ത്തിടുവിൻ. വരുവാനിരിക്കുന്നതൊന്നുമേ നമ്മൾ അറിയുന്നില്ലെന്നോർത്തിടണം. സർവം ഭരിക്കുന്ന ദൈവത്തിൻ മുൻപിൽ ജീവനും ആത്മാവും സമർപ്പിച്ചിടാം. സർവം ഭരിക്കുന്ന ദൈവത്തിൻ മുൻപിൽ ജീവനും ആത്മാവും സമർപ്പിച്ചിടാം. ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ആത്മാവിൻ വിലയായി എന്തു നൽകും നീ? പകരം വയ്ക്കാനെന്തുണ്ടീ ഭൂമിയിൽ? നിൻ സമ്പത്ത് മുഴുവനോ ലോകത്തെ തന്നെയോ പകരം നൽകിയിടുകിൽ മതിയാകുമോ? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം?